നമസ്കാരം. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ശൃംഖലയാണെന്നായിരുന്നു പലപ്പോഴായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ ആരോഗ്യമന്ത്രിയൊക്കെ വെളിപ്പെടുത്തിയിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളോട് കിടപിടിക്കാവുന്ന അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള രീതിയിലാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അവർ പലപ്പോഴായിട്ട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെയും പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഇതിനു മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിയത്, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു സ്ത്രീയുടെ വയറ്റിൽ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം അതിലും വലിയ ഭീകരമായ ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. കുന്നംകുളത്ത് നിന്നാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. നവജാത ശിശുവിന്റെ പ്ലാസ്റ്റർ, കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്റർ വെട്ടുന്നതിന്റെ ഇടയ്ക്ക് കുഞ്ഞിന്റെ വിരല് മുറിഞ്ഞു പോയി എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ കണ്ട് നമ്മൾ എത്തിപ്പെടുന്ന ആദ്യത്തെ സ്ഥലമാണ് ഇത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. അതായത് നമ്മൾ ഇന്റർനാഷണൽ ലെവലിലാണ് നമ്മുടെ ആശുപത്രികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജനിച്ച് കുറഞ്ഞ ദിവസം പ്രായമുള്ള ഒരു കുട്ടീന്റെ കൈവിരൽ അവർ അബദ്ധത്തിൽ വെട്ടിപ്പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഒരു വാർത്ത വന്നിരിക്കുന്നത്. നമുക്ക് ആ വാർത്തേന്റെ വിശദമായ വിവരങ്ങളൊന്ന് പരിശോധിക്കാം. കൈയിലെ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞു പോയതായാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. പന്നിത്തടം സ്വദേശികളായ ജിത്തു, ജീഷ്മ ദമ്പതികളുടെ 5 ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞിന്റെ വലതു കൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം മലങ്കര സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാപിഴവാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ജനുവരി 16-നാണ് പ്രസവം നടന്നത്. 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നൽകാൻ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. സമയം ഏറെ കഴിഞ്ഞിട്ടും കുഞ്ഞിനെ തിരികെ കിട്ടാതെ വന്നതോടെ ആശങ്കയിലായ ബന്ധുക്കൾ NICUവിന്റെ മുന്നിലെത്തി അന്വേഷിക്കുകയും വാതിലിന്റെ ബെല്ലടിക്കുകയും ചെയ്തിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. 20-ാം തീയതി ചൊവ്വാഴ്ചയാണ് കുഞ്ഞിനെ റൂമിലേക്ക് തന്നത്. ബുധനാഴ്ച 21-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വീണ്ടും NICUവിലേക്ക് മാറ്റുകയായിരുന്നു. കുഞ്ഞിനെ 5:30-ക്ക് അവിടെ എത്തിച്ചു. എന്നാൽ 6:30 കുഞ്ഞിനെ തിരികെ ലഭിച്ചില്ല. ബെല്ലടിച്ചിട്ടും മറുപടി ഒന്നും തന്നെ ലഭിക്കാതിരുന്നു എന്നാണ് കുഞ്ഞിന്റെ അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. പിന്നീട് ഒരു മെയിൽ നേഴ്സ് റൂമിലേക്ക് വന്നു. ബൈസ്റ്റാൻഡർ ആയിരുന്ന അമ്മയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുക്കുന്നതിനിടെ ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട് എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. ഡോക്ടർ എത്തി സ്റ്റിച്ച് ചെയ്യണം എന്നും പറഞ്ഞു. എന്നാൽ 7 മണിയായിട്ടും ഡോക്ടർ എത്താതായതോടെ ഞങ്ങൾ റൂമിലേക്ക് ചെന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഏറെ നേരം പിടിച്ചിട്ടാണ് NICUവിന്റെ അകത്തേക്ക് കയറാനും കുഞ്ഞിനെ കാണാനും അനുവദിച്ചത്. കുഞ്ഞിന്റെ കൈ പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അത് അയച്ചു കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് കുഞ്ഞിന്റെ വലതു കൈയിലെ തള്ളവിരലിന്റെ പകുതി ഭാഗം മുറിഞ്ഞു പോയതായി കണ്ടത്. പുലർച്ചെ കുഞ്ഞിനെ കൊണ്ടുപോയത് മുതൽ 10 മണിക്ക് ഡോക്ടർ എത്തുന്നതുവരെ കുഞ്ഞിന് യാതൊരു തരത്തിലുമുള്ള ചികിത്സ ലഭിച്ചിരുന്നില്ല എന്ന് കുഞ്ഞിന്റെ ബന്ധുക്കളും ആരോപിക്കുന്നു. കുഞ്ഞിന്റെ വിരലിന് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ടു നൽകാൻ അവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ കുന്നംകുളം സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.